ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അച്ഛന് മുടി വെട്ടുന്ന ഇഷ്ടമല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇത്രയല്ല, ഒത്തിരി മുടി ഉണ്ടായിരുന്നു. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഒരുപാട് മുടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ഓരോ പ്രോഗ്രാം വൈസ് പ്രോഗ്രാം ചാനൽ ഷോസൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഒരു സ്റ്റൈലിന് വെട്ടി ഇത്രയാക്കിയതാണ്. അച്ഛന് ഇഷ്ടമല്ല, പൊതുവെ മുടി വെട്ടുന്ന ഇഷ്ടമല്ല. അച്ഛന് നാടൻ പെൺകുട്ടിയായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. പിന്നെ എൻ്റെ വീട് വരുന്നത് ട്രിവാൻഡ്രത്ത് അണ്ടൂർക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഇരുന്നാലും എല്ലാവരും ഒരു നാട്ടിൻ പ്രദേശമല്ലേ, അപ്പോൾ ഭയങ്കര ഒരു സിറ്റിയല്ല, സിറ്റിയും പക്കാ നാട്ടിൻ ഗ്രാമമൊന്നും പറയാൻ പറ്റത്തില്ല. സിറ്റി ബേസ്ഡ് തന്നെയാണ്, കോർപ്പറേഷൻ തന്നെയാണ്. എന്നാലും അത്രത്തോളം ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള പഴയ ആൾക്കാരല്ലേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ, അവരൊക്കെ മുടി ഇങ്ങനെ വെട്ടി ഭയങ്കര മോഡേണായിട്ട് നടക്കുന്നതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം അച്ഛന് ഇഷ്ടമല്ല ഞാൻ മുടി വെട്ടുന്നതോ കളർ ചെയ്യുന്നതോ, അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ഇപ്പം തന്നെ ഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രമേ, ഇവിടെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് അയൺ ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മുടിയിലൊന്നും ചെയ്തിട്ടില്ല, നോർമൽ ഹെയറാണ്. അങ്ങനെ എനിക്ക് ഈ പറയും പോലെ കാവ്യമാധവനൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ, കുഞ്ഞിലേക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പിന്നെ മഞ്ജു വാര്യർ ഇഷ്ടമായിരുന്നു, ശോഭന ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഞാൻ എനിക്ക് പിന്നെ എൻ്റെ ഇങ്ങനെ മുടി ഇങ്ങനെ ഇടണം, അല്ലെങ്കിൽ ഒരുപാട് മോഡേൺ ആവരുത്, അതൊക്കെ എൻ്റെ ഒരു താല്പര്യമാണ്. എനിക്ക് നോർമലായിട്ട് നടക്കാൻ, എപ്പോഴും കാഷ്വലായിട്ട് നടക്കാൻ ഇഷ്ടം. അങ്ങനെ ചോദിച്ചാൽ മാക്സിമം ഇങ്ങനൊരു വലിയൊരു നല്ലൊരു മൂവി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ പേരൻസ് അതിന് ഭയങ്കരമായിട്ട് എതിരാണെങ്കിൽ ചെയ്യത്തില്ല. പേരൻസും കൂടി ഓക്കെ ആണെങ്കിൽ, വില്ലിങ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ അധികം മോഡേൺ ആവത്തില്ല, എപ്പോഴായിരുന്നാലും ഞാൻ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് മോഡേൺ ലൈഫാണല്ലേ, എല്ലാവരും മോഡേൺ സ്റ്റൈലാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നത് തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ മുടി ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഒരു അയണിങ് ഇപ്പോൾ ചെയ്തത് മാത്രമേ ഉള്ളൂ, നോർമൽ ഹെയർ ആണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഷോർട്ട് ഫിലിമിനായിരുന്നാലും എല്ലാം ചോദിക്കുന്നത് നാടൻ പെൺകുട്ടിയുടെ ആവശ്യം വരുമ്പോഴത്തേനും കളർ ചെയ്താൽ എടുക്കത്തില്ല. ഞാൻ കളർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയില്ല, അങ്ങനെയില്ല, മോഡേൺ അല്ലാത്തതുകൊണ്ട് റിജക്റ്റ് ആയി അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്നുണ്ട്, ഡാൻസ് എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പല സീരിയലിൽ വിളിച്ചിട്ട് പോലും പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടർ സാറിനോട് ചോദിച്ചാൽ അറിയാം, അമല സാർ ഇതിൽ വിളിക്കുമ്പം പോലും ഞാൻ ആദ്യം വരണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നതാണ്. പിന്നീടാണ് വന്നത്. എനിക്കൊരു ജസ്റ്റ് ഒരു പാഷനാണ്, അത് കരിയറായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇതിപ്പോൾ ഇനി ഫിലിം ഇറങ്ങുമ്പോഴേ ഇത് കൂടുതൽ അറിയത്തുള്ളൂ. അതെ, സീരിയലിൽ വന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഞാൻ ബമ്പർച്ചിരിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചിരി ബമ്പർച്ചിരി. അപ്പോൾ അതാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ബമ്പർ അടിച്ചിട്ടില്ല, കാരണം 15 ആയിരുന്നു, 5-15 അങ്ങനെയാണ് പോയത്. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിലാണ് ആക്സിഡൻറ്റ് പറ്റിയിട്ട് എൻ്റെ വലത് ഹാൻഡിൻ്റെ ഈ ഒരു റൈറ്റ് ഹാൻഡിൻ്റെ എൽബോ പൊട്ടി മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ 3 സർജറി കഴിഞ്ഞു, വീണ്ടും ഇപ്പോൾ കമ്പിയെല്ലാം റിമൂവ് ചെയ്ത് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഞാൻ ഫിലിം ചെയ്തത്. എല്ലാവരും പോയി ഫിലിം കാണണം എന്തായാലും, കാരണം മറ്റുള്ള മൂവീനെക്കാട്ടി ഇപ്പം മാർക്കോയൊക്കെ കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഞാനൊന്നും പറയുന്നില്ല, സസ്പെൻസാണ്. എല്ലാവർക്കും ഇപ്പോൾ വലിയ സ്റ്റാർസിന് മാത്രമല്ലല്ലോ, നമ്മളെപ്പോലെ ചെറിയ കലാകാരന്മാർക്കും കലാകാരികൾക്കും മുന്നോട്ട് വരണം. അപ്പം എല്ലാ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പോയി കാണണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. താങ്ക് യു.